അങ്ങനെ എന്തായാലും ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തായാലും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങുക. താങ്ക് യു സൗത്ത് ആഫ്രിക്ക. എന്തായാലും ഇന്ത്യൻ ടീമിന് ഒരു ജീവൻ വെപ്പിച്ചതിന്. സെമി ഫൈനലോട്ടുള്ള റേസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമുണ്ട്. ഇനി നമുക്ക് എന്തായാലും കാൽക്കുലേറ്റർ എടുക്കേണ്ടതായിട്ട് വരത്തില്ല. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് കാൽക്കുലേറ്റർ എടുക്കേണ്ട കണക്കിൻ്റെ കളികളൊന്നുമില്ല. ഇനി ഒന്നാം തീയതി നടക്കുന്ന മത്സരം ഇന്ത്യൻ ടീമും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള മത്സരം ഒരു ക്വാർട്ടർ ഫൈനലാണ്. ആര് ജയിക്കുന്നു അവർ നേരെ വാങ്കഡയിലോട്ട് പോകും. മേ ബി ന്യൂസിലാൻഡ് അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. അവരുമായിട്ട് നേരെ സെമി ഫൈനലിൽ കളിച്ചാൽ മതി. സൗത്ത് ആഫ്രിക്ക അത്രയും നല്ലൊരു ഉപകാരം നമുക്ക് ചെയ്തു തന്നു. അവർ ചാമ്പ്യന്മാരുടെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നു സൗത്ത് ആഫ്രിക്ക. 5 കളി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കളിച്ചതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും അവർക്ക് കിട്ടി. ഞാൻ അവർ കളിയെ കുറച്ച് കാണുന്നില്ല. ഇപ്പോൾ ഒന്ന് നോക്കിക്കേ, നമ്മുടെ നെയ്ബറാണ് പാകിസ്ഥാൻ. എല്ലാ കളിയും ശ്രീലങ്ക കളിക്കുന്നു. സെമി ഫൈനൽ പോലും ഉറപ്പിച്ചിട്ടില്ല. സോ സൗത്ത് ആഫ്രിക്ക ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രൗണ്ടിനെ കുറിച്ച് അവർ മനസ്സിലാക്കി. റെഡ് സോയിൽ പിച്ചിൽ എങ്ങനെ കളിക്കേണ്ടത്, അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ പിച്ചിൽ എങ്ങനെ കളിക്കേണ്ടത്, ഡേയിൽ എങ്ങനെ കളിക്കേണ്ടത്, അല്ലെങ്കിൽ നൈറ്റിലെ മാച്ചിൽ എങ്ങനെ കളിക്കേണ്ടതെന്നും വെൽ പ്രിപ്പറേഷൻ. എന്തായാലും ഷെഡ്യൂൾ ഇട്ടവന് നമസ്കാരം. സൗത്ത് ആഫ്രിക്കക്കാരനായിരിക്കും ആ ഷെഡ്യൂൾ ഇട്ടത്. 5 കളി ഒരു ടീമിന് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ തന്നെ കളി കൊടുത്ത ഷെഡ്യൂൾ ഇട്ടവന് ഒന്നും പറയാനില്ല. സൗത്ത് ആഫ്രിക്ക ട്രോഫി അടിക്കുവാണെങ്കിൽ ആ ഷെഡ്യൂൾ ഇട്ടവനെ ഒന്ന് കണ്ടുപിടിച്ച് അവൻ എന്തെങ്കിലും കൊടുക്കണം. കാരണം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണല്ലോ ഫൈനൽ നടക്കാൻ പോകുന്നത്. സോ 6ാമത്തെ കളിയായിരിക്കും സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ കളിക്കാൻ പോകുന്നത്. ഫൈനലിൽ അവർ യോഗ്യത നേടുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ അവർ യോഗ്യത നേടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യക്ക് ഒരു ബൂസ്റ്റ് കിട്ടി. എല്ലാ ദേഷ്യവും സൗത്ത് ആഫ്രിക്കയോടുള്ള എല്ലാ ദേഷ്യവും നോക്കുകയാണെങ്കിൽ സിംബാബ്വേയോട് ഇന്ത്യ അങ്ങ് തീർത്തു. 256 റൺസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ എടുക്കുന്നു. ഇന്ത്യയുടെ നോക്കുവാണെങ്കിൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് 256 റൺസ് എന്ന് പറയുന്നത്. നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. എല്ലാ ബോക്സും ഇന്ത്യ ടിക്ക് ചെയ്തോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കുവാണെങ്കിൽ ഒരുവിധമുള്ള ബോക്സ് എല്ലാം ഇന്ത്യ ടിക്ക് ചെയ്തു, നല്ലപോലെ ബാറ്റ് ചെയ്തു. ഫീൽഡിംഗ് നോക്കുവാണെങ്കിൽ റിങ്കു സിംഗ് ഒരു ക്യാച്ച് കളഞ്ഞു. സഞ്ജു വന്നതുകൊണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓഫ് ബ്രേക്ക് ബോർഡർ വന്ന് ബോൾ ചെയ്തില്ല. എന്തായാലും പവർ പ്ലേക്കകത്ത് ഫസ്റ്റ് ഓവറിൽ തന്നെ ഇന്ത്യയുടെ വിക്കറ്റ് പോയില്ല. തിലക് വർമ്മ നമ്പർ 6 വന്നിട്ട് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സ്ട്രൈക്ക് റേറ്റ് ഇല്ലേ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കിടന്ന് കടയുമായിരുന്നു. 110 സ്ട്രൈക്ക് റേറ്റ് ആയിരുന്നു തിലക് വർമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ 272 സ്ട്രൈക്ക് റേറ്റാണ്. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റാണ് തിലക് വർമ്മയുടെ. നോക്കുകയാണെങ്കിൽ ഓവറോൾ ബാറ്റിങ്ങിൽ ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ബോളിങ്ങിലോട്ട് വരുവാണെങ്കിൽ ഓക്കെ ആണോ? എല്ലാ ബോക്സും ഇന്ത്യൻ ടീം ബോളിങ്ങിൽ ടിക്ക് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചില കൺസേൺ ഉണ്ട്. സൗത്ത് ആഫ്രിക്കയ്ക്ക് ശേഷം നോക്കുവാണെങ്കിൽ ഈ മത്സരത്തിനകത്തും ഇന്ത്യയുടെ ബോളർമാർ അപ് ടു ദ മാർക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയും. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പിച്ചായിരുന്നു, ഹൈ സ്കോറിംഗ് മാച്ച് വരുന്നൊരു പിച്ച് തന്നെയായിരുന്നു. പക്ഷേ സിംബാബ്വെ കൂട്ടുള്ളൊരു ടീമിൻ്റെ കയ്യിൽ നിന്ന് 184 റൺസ് വഴങ്ങുമെന്ന് വെച്ചാൽ അല്പം കൂടിപ്പോയി. എങ്ങനെ പോലും ഒരു 140-150 റൺസിനകത്ത് സിംബാബ്വെ പിടിച്ചു കെട്ടണമായിരുന്നു. ബെന്നറ്റ് വേഴ്സസ് ഇന്ത്യ ആയിരുന്നു. നോക്കുവാണെങ്കിൽ ബെന്നറ്റിൻ്റെ ഒറ്റയാൾ പോരാട്ടം. എന്നാ ഒരു സൂപ്പർ പ്ലെയർ ആണെന്നേ. സെക്കൻഡ് ഹയസ്റ്റ് സ്കോററാണ്. നോക്കുവാണെങ്കിൽ ഒരു സിംബാബ്വേക്കാരനാണ് സെക്കൻഡ് ഹയസ്റ്റ് സ്കോററാണ്. ഈ സീരീസ് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ കളി വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള കളി ഒഴിച്ചു വെച്ചാൽ ബാക്കിയുള്ള എല്ലാ കളിയിലും നോട്ട് ഔട്ടാണ്. ഇന്ന് 97 റൺസ് എടുക്കുന്നു. 3ാമത്തെ ഹാഫ് സെഞ്ചുറിയാണ് എടുക്കുന്നത്. സൂപ്പർ ഒരു പ്ലെയർ വന്ന് പെർഫോമൻസ് ചെയ്യുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഈ ടൂർണമെൻറ്റ് ഇതുവരെ ബെന്നറ്റ് 6 അടിച്ചിട്ടില്ല. ഇന്ന് നോക്കുവാണെങ്കിൽ ബുംറ 6 അടിച്ചങ്ങ് തുടങ്ങി. ഒരു അടിപൊളി ഒരു ഷോട്ടായിരുന്നു ബുംറ അടിച്ചത്. മിഡ് ഓഫിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ഒരു ഷോട്ട്. ബോൾ നോക്കാൻ അല്പം ഒരു ഷോർട്ട് പിച്ച് ബോളായിരുന്നു. ഒരു സ്ട്രെയിറ്റ് 6 ഇല്ല വിരാട് കോഹ്ലി ഇല്ല ഹാരിസ് റാവുവിന് അടിച്ചതിൻ്റെ ഒരു ചെറിയൊരു ചായ വരുന്ന അതേ ഒരു ഷോട്ടായിരുന്നു ബെന്നറ്റ് അടിച്ചത്. സൂപ്പർ ഒരു പ്ലെയർ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. 97 റൺസ് എടുക്കുന്നു. ഒരു ഒറ്റയാൾ പോരാട്ടം കാഴ്ചവെക്കുന്നു. പക്ഷേ ഇന്നത്തെ ഇന്ത്യയുടെ ബോളിംഗ് കാണുമ്പോഴത്തേന് അല്പം ഒരു കൺസേൺ ഉണ്ട്. ഫ്ലാറ്റ് പിച്ചൊക്കെ ആണെന്ന് പറഞ്ഞാലും സിംബാബ്വെ കൂട്ടുള്ളൊരു ടീമിൻ്റെ കയ്യിൽ നിന്ന് 184 റൺസ് ഒരിക്കലും ഇന്ത്യ വഴങ്ങാൻ പാടില്ലായിരുന്നു. ഞാനിത് പറയാനുള്ള കാരണം വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിനകത്ത് അവിടെ 9 ബെന്നറ്റുമാരുണ്ട്. വെസ്റ്റ് ഇൻഡീസിൻ്റെ കയ്യിൽ 9 ബെന്നറ്റുമാരുണ്ട്. ഇന്ന് നോക്കുവാണെങ്കിൽ സിംബാബ്വേയുടെ കയ്യിൽ 1 ബെന്നറ്റേ ഉള്ളെങ്കിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ കയ്യിൽ 9 ബെന്നറ്റുമാരുണ്ട്. 83 റൺസിൽ 7 വിക്കറ്റ് പോയെടുത്തുനിന്ന് അവർക്ക് 176 റൺസ് കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ ഇന്ത്യൻ ടീം ബോളിംഗ് അല്പം കൂടെ മെച്ചപ്പെടുത്തണം. സൂര്യകുമാർ യാദവിൻ്റെ എക്സ്പെരിമെൻറ്റ് പ്ലീസ് ഒന്ന് നിർത്തൂ. ഞങ്ങൾക്ക് ശിവൻ ഡുബെ ബോളറായിട്ട് കാണണ്ടാന്നേ. ആ പാവം പിടിച്ചവൻ അവിടെ കാണാൻ നിന്ന് ബാറ്റ് ചെയ്യട്ടെ, അവിടെ കാണാൻ നിന്ന് ഫീൽഡ് ചെയ്യട്ടെ. ഫീൽഡിങ്ങിലും അല്പം മോശമാണ്. നല്ലൊരു ബാറ്ററാണ്, കുഴപ്പമില്ല. സ്പിന്നർക്കെതിരെ ഫാസ്റ്റ് ബോളർമാർക്കെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും. എന്താണെന്ന് ഇതിൽ 15ാമത്തെ ഓവർ ശിവൻ ഡുബെ കൊണ്ടുവരുന്നു. 26 റൺസ് വഴങ്ങുന്നു. ഒരു ഇന്ത്യക്കാരൻ്റെ വേൾഡ് കപ്പിലെ ഏറ്റവും മോശമായ ഒരു സ്പെല്ലായിരുന്നു ഇന്ന് ശിവൻ ഡുബെ വന്നറിഞ്ഞത്. അവിടെ അത്ര അടി കിട്ടിയിട്ട് സൂര്യകുമാർ യാദവിന് പോരാ. എടാ ഡുബെ വാടാ, അവസാനത്തെ ഓവർ നിനക്ക് തന്നെ തരും, നിനക്ക് ഞാൻ അടി വാങ്ങിച്ചു തരും എന്നുള്ള മട്ടിൽ അവസാനത്തെ ഓവർ ശിവൻ ഡുബൈക്ക് വിളിച്ചു കൊടുക്കുന്നു. അവന്മാർ നോക്കുവാണെങ്കിൽ അറഞ്ചം പുറഞ്ഞും തല്ലി. 2 ഓവറിൽ 46 റൺസ് 1 വിക്കറ്റ്.
ഒരു വിക്കറ്റ് എന്തായാലും ആ സഞ്ജു സാംസൺ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ക്യാച്ച് ആയിരുന്നു. എനിക്ക് തോന്നുന്നു സഞ്ജു സാംസൺ ആ ക്യാച്ച് എടുക്കാൻ വേണ്ടിയാണ് തോന്നുന്നു ശിവൻ ഡുബൈക്ക് ഓവർ കൊടുത്തതെന്ന് തോന്നുന്നു. സഞ്ജു ഒരു അടിപൊളി ഒരു ക്യാച്ച് എടുത്തു. ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ വന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, സ്ലോ ബോൾ എറിഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാണോ എന്തോ ശിവൻ ഡുബൈക്ക് കൊടുക്കുന്നത്. ആകപ്പാട് അവിടുന്ന് ഓടി വന്ന് നല്ല റണ്ണപ്പൊക്കെ എടുത്ത് മുക്കി 105, 110 എറിയുന്നത്. സൂര്യകുമാർ ഈ എക്സ്പെരിമെന്റ് ഒക്കെ നിർത്ത്. ശിവൻ ഡുബൈയെ കൂടെയുള്ള ബോളർമാരൊക്കെ കൊടുക്കുക, തിലക് വർമ്മയ്ക്ക് കൊടുക്കുക, റിങ്കു സിംഗിന് കൊടുക്കുക. മത്സരത്തെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുക. രോഹിത് ശർമ്മ ഇങ്ങനെയൊന്നും കാഴ്ചവെക്കത്തില്ലായിരുന്നു കേട്ടോ. രോഹിത് ശർമ്മ അധ്വാനിച്ചാ കപ്പ് നേടിയത്. സൂര്യകുമാർ യാദവ് അധ്വാനിച്ചില്ലല്ലോ, ഇതുവരെ കപ്പൊന്നും നേടിയില്ലല്ലോ. അതിലോട്ടൊന്ന് സെമി ഫൈനലോട്ടെങ്കിലും ഒന്ന് എത്തട്ടെ ഇന്ത്യൻ ടീം. അടുത്ത കളി സംബന്ധിച്ചോളം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാർട്ടർ ഫൈനലാണ്. ഇന്ന് സൂര്യകുമാർ യാദവ് നല്ലപോലെ ബാറ്റ് ചെയ്തു. പക്ഷേ ക്യാപ്റ്റൻസിയിൽ നോക്കിക്കേ, ശിവൻ ഡുബൈയെ കൊണ്ട് 2 ഓവർ ഓടിപ്പിക്കേണ്ട ആവശ്യം എന്തുമായിരുന്നു? ഇന്ത്യക്ക് ഒരു 160 റൺസിന് ജയിച്ചുകൂടായിരുന്നു ഈ മത്സരം, അല്ലെങ്കിൽ ഒരു 150 റൺസിന് ഈ മത്സരം ജയിച്ചുകൂടായിരുന്നു. ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ നെറ്റ് റൺ റേറ്റ് മൈനസാണ്. ഇന്ത്യ 3-ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് ഈ മത്സരത്തിൽ നെറ്റ് റൺ റേറ്റ് ഉയർത്തണമായിരുന്നെങ്കിൽ 108 റൺസിനകത്ത് സിംബാബ്വെ ഒതുക്കണമായിരുന്നു. ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് പിച്ചിൽ എനിക്ക് തോന്നുന്നില്ല 108 റൺസിന് ഒതുക്കാൻ പറ്റുമെങ്കിൽ. അത് പോട്ടെ, ഒരു 150, 140 റൺസിനെങ്കിലും ഒതുക്കണമായിരുന്നു. ഇൻ കേസ് കൊൽക്കത്തയിൽ മഴയാണെങ്കിൽ, മത്സരം നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ. എന്നാലും കുറച്ചും കൂടെ ഒക്കെ കളിയെ സീരിയസ് ആയിട്ട് എടുക്കുക. അവിടെ കാണാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ 2-ാം സ്ഥാനത്ത് ഇരിക്കുന്ന വെസ്റ്റ് ഇൻഡീസും 1-ാം സ്ഥാനത്ത് ഇരിക്കുന്ന സൗത്ത് ആഫ്രിക്കയും ക്വാളിഫൈ ചെയ്യും. ഇന്ത്യ നേരെ തിരിച്ച് IPL പ്രിപ്പറേഷന് പോകേണ്ടതായിട്ട് വരും. സോ മത്സരത്തെ കുറച്ചും കൂടെ ഒക്കെ സീരിയസ് ആയിട്ട് കാണുക. ഇന്നത്തെ ബോളിംഗ് നോക്കുവാണെങ്കിൽ ശിവൻ ഡുബൈക്ക് ആവശ്യമില്ലാതെ ഓവർ കൊടുക്കുന്നു, 2 ഓവർ കൊടുക്കുന്നു. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ഓവർ കിടപ്പുണ്ട്, അതുപോലെ തന്നെ ബുംറയ്ക്ക് ഒരു ഓവർ കിടപ്പുണ്ട്. ഇവരെ രണ്ടുപേരും കൂടെ ഓവർ ചെയ്താൽ മേ ബി ഒരു 25 അല്ലെങ്കിൽ 25 റൺസ് അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കത്തുള്ളായിരുന്നു. ഇത് ചുമ്മാ വന്നിട്ട് 46 റൺസ് ശിവൻ ഡുബൈക്ക് വഴങ്ങുന്നു. അതുപോലെ ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് പവർ പ്ലേക്കകത്ത് വിക്കറ്റ് കിട്ടിയില്ല. ഇന്ന് ഇന്ത്യയുടെ ബോളിംഗ് കോമ്പിനേഷനെ കുറിച്ച് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ വന്ന് ബോൾ ചെയ്യുന്നു, അർഷ്ദീപ് സിംഗ് വന്ന് ബോൾ ചെയ്യുന്നു. പവർ പ്ലേക്കകത്ത് അവർക്ക് ഏതോ 46 റൺസ് ഉണ്ട്. 6 ഓവറിനകത്ത് 46 റൺസ് ഉണ്ട്. പവർ പ്ലേക്കകത്ത് വിക്കറ്റ് പോയിട്ടില്ല. അർഷ്ദീപ് സിംഗ് നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് വിക്കറ്റ് കിട്ടുന്നില്ല, ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് കിട്ടുന്നില്ല. സോ പവർ പ്ലേയിൽ നമ്മൾ വിക്കറ്റ് ഇല്ലാതായി പോകുന്നു. ബുംറയ്ക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് പവർ പ്ലേക്കകത്ത് ബോൾ കൊടുത്തതുമില്ല. സോ എനിക്ക് തോന്നുന്നു ബുംറയ്ക്ക് പവർ പ്ലേക്കകത്ത് ബോൾ കൊടുക്കാതിരിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു, കൊടുക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അക്ഷർ പട്ടേലാണ് വന്ന് 7-ാമത്തെ ഓവറിൽ വിക്കറ്റ് എടുത്തത്. അതുവരെ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് പോലും സിംബാബ്വേയുടെ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നോക്കുവാണെങ്കിൽ 16-ാമത്തെ ഓവറിൽ 144 3 വിക്കറ്റേ പോയിട്ടുള്ളൂ സിംബാബ്വേക്ക്. സോ മിഡിൽ ഓർഡറിനകത്തും ഇന്ത്യൻ ടീമിന് നോക്കുവാണെങ്കിൽ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. വരുൺ ചക്രവർത്തി ഒരു ഫുള്ളി ഫോമിലാണോ എന്നുള്ള കാര്യത്തിലാണ് സംശയം. ഒരു വിക്കറ്റ് എടുത്തു, വലിയ രീതിയിൽ അടി കൊണ്ടോ എന്ന് ചോദിച്ചാൽ എക്കണോമി കുറവാണ്. പക്ഷേ ബോൾ നോക്കുവാണെങ്കിൽ ഷോർട്ട് പിച്ച് ലെങ്താണ് കൂടുതലായിട്ട് എറിയുന്നത്. ബോൾ ഒരുപാട് ഷോർട്ട് പിച്ചായിട്ട് വരുന്നു. ബാറ്റ്സ്മാർക്ക് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് വരുൺ ചക്രവർത്തി. ആ ഒരു ലൈൻ കറക്റ്റ് ആവുന്നില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നോക്കുവാണെങ്കിൽ ലൈൻ വളരെ മോശമായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ സിംബാബ്വെക്കെതിരെ നോക്കുവാണെങ്കിൽ ആ ഒരു ലൈൻ കിട്ടുന്നില്ല, ആ ഒരു ഫുൾ ലെങ്ത് ഡെലിവറി കിട്ടുന്നില്ല, ആ ഒരു ഗൂഗിളി കറക്റ്റായിട്ട് വരുൺ ചക്രവർത്തിക്കും വീടുന്നില്ല. വരുൺ ചക്രവർത്തി 35 റൺസ് വഴങ്ങുന്നു 4 ഓവറിൽ. അക്ഷർ പട്ടേൽ നോക്കുവാണെങ്കിലും 35 റൺസ് വഴങ്ങുന്നു. ഒരു വിക്കറ്റ് അക്ഷർ പട്ടേലും വന്നെടുക്കുന്നു. സോ ഇന്ന് നോക്കുവാണെങ്കിൽ പവർ പ്ലേക്കകത്ത് വിക്കറ്റ് കിട്ടില്ല. മിഡിൽ ഓർഡറിനകത്ത് വരുൺ ചക്രവർത്തിയോ അല്ലെങ്കിൽ അക്ഷർ പട്ടേലിനോ വലിയ തോതിൽ ഒരു വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമതൊരു ഫ്ലാറ്റ് പിച്ച് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കൊൽക്കത്തയിലെ പിച്ചും ഏകദേശം ഇതേപോലെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും. ചെറിയ ബൗണ്ടറിയാണ്. ഇന്ന് ചെന്നൈയിൽ നോക്കുവാണെങ്കിൽ സ്ക്വയർ ബൗണ്ടറി വലുതാണ്. എന്നാൽ കൊൽക്കത്തയിലോട്ട് പോകുമ്പോഴത്തേനും ബൗണ്ടറി ഇതിലും ചെറുതായിരിക്കും. സോ ഇന്ത്യൻ ടീമിന്റെ ബോളിങ്ങിൽ ചെറിയൊരു ആശങ്കയുണ്ട്. ഇന്ത്യ അടുത്ത കളിയിൽ അത് പരിഹരിക്കുമായിരിക്കും. ഇന്ന് ഒരു ബെറ്റർ ആയിട്ട് ബോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ അർഷ്ദീപ് സിംഗ് ആണ്. ആദ്യമേ വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെന്നാൽ ഡെത്ത് ഓവറിലോട്ട് വരുമ്പോഴത്തേന് അർഷ്ദീപ് സിംഗ് വന്നിട്ട് വിക്കറ്റ് എടുക്കുന്നു. 3 വിക്കറ്റ് എടുക്കാൻ എന്തായാലും അർഷ്ദീപ് സിംഗിന് കഴിഞ്ഞു. നോക്കുവാണെങ്കിൽ ഒരു നല്ല ബെസ്റ്റ് ഫിഗർ തന്നെ അർഷ്ദീപ് സിംഗ് ഇന്ന് എറിഞ്ഞത്. സോ ബോളിങ്ങിൽ ഇന്ത്യ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സൂര്യകുമാർ യാദവിൻ്റെ എക്സ്പെരിമെൻറ്റ് സത്യം പറഞ്ഞാൽ ഒന്ന് അവസാനിപ്പിക്കുക. പ്രോപ്പറായിട്ട് ബോളർമാരെ യൂസ് ചെയ്യുക. നല്ലൊരു മാർജിനിലൊക്കെ കളി ജയിച്ചിട്ട് ഇന്ത്യക്ക് പോകാമായിരുന്നല്ലോ അടുത്ത കളിയിലോട്ട്. ഇത് ശിവൻ ഡുബൈയുടെ കോൺഫിഡൻസിന് എടുത്ത് കളയുന്ന ഒരു പെർഫോമൻസിൽ കാഴ്ചവെച്ചത്. ശിവൻ ഡുബൈക്ക് മൊത്തം ഇപ്പോൾ ചിന്തയായിരിക്കും, 2 ഓവർ 46 റൺസ് വഴങ്ങിയല്ലോ, 46 റൺസ് വഴങ്ങിയല്ലോ. ലോകകപ്പിലെ ഏറ്റവും മോശം സ്പെല്ല് 26 റൺസ്, അത് ശിവൻ ഡുബൈയുടെ പേരിലാണ്. നോക്കുവാണെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ മൊത്തം ഇന്ത്യ 9 നോ ബോൾ എറിഞ്ഞു. 9 നോ ബോൾ. നോക്കുവാണെങ്കിൽ കാനഡയുടെ തൊട്ട് താഴെയാണ് ഏറ്റവും കൂടുതൽ നോ ബോൾ എറിഞ്ഞ ഒരു ടീമായിട്ട് ഇന്ത്യൻ ടീം മാറി. എന്തിനാണ് ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റ് ഒക്കെ സൂര്യകുമാർ യാദവ് കാഴ്ചവെക്കുന്നത്? ബോളർമാരുണ്ട്, അവരെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ആ ക്വാർട്ടർ ഫൈനൽ ഒന്ന് കഴിയട്ടെ. വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞാൽ സെമിയിലോട്ട് കയറിയിട്ട് സെമിയിൽ നിന്ന് പിന്നെയും മേ ബി സൗത്ത് ആഫ്രിക്ക പോലുള്ള ടീമിൻ്റെ മുമ്പിലോട്ട് പോയി വീഴാനുള്ളതാണ്. എന്താണോ നിങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് ഫൈനലിനകത്ത് സെമി ഫൈനലിനകത്തൊക്കെ, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ ചുമ്മാതെ ടൈം പാസിന് വേണ്ടി സമയങ്ങളെ കമോൺ ശിവൻ ഡുബൈ ബോൾ ചെയ്യും, അടി വാങ്ങിച്ചു കൂട്ട് എന്നുള്ള മട്ടിലൊന്നും പോകാതിരി കുറച്ചും കൂടെ കളിയൊക്കെ സീരിയസ് ആയിട്ട് കാണുക സൂര്യകുമാർ യാദവ്. പിന്നെ ഇന്നത്തെ കളിയിലോട്ട് വരുവാണെങ്കിൽ ടോസ് കിട്ടിയ സിക്കന്ദർ റാസയ്ക്ക് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കണമായിരുന്നു. ഏറ്റവും വലിയ വിഡ്ഢിത്തരം
ഇന്ന് എന്തായാലും സിക്കന്ദർ റാസ കാഴ്ചവെച്ചു. സിക്കന്ദർ റാസയ്ക്ക് വിചാരിച്ചു ഇന്ത്യ എന്തായാലും ഒരു 150 റൺസ് അല്ലെങ്കിൽ 140 റൺസിന് എറിഞ്ഞൊതുക്കാം. കഴിഞ്ഞ കളിയിൽ ഇന്ത്യ ഔട്ടായതുപോലെ ഈ പ്രാവശ്യം വന്ന് പേസ് ബോളർമാരെ കൊണ്ട് സ്ലോ ബോൾ എറിയിപ്പിക്കാന്നൊക്കെ വിചാരിച്ച് സ്ലോ ബോളൊക്കെ എറിഞ്ഞു. നോക്കുവാണെങ്കിൽ ഇന്ന് ഇന്ത്യൻ ടീമിൻ്റെ സ്ട്രൈക്ക് റേറ്റ് സ്ലോ ബോളിനെതിരെ 200 ആയിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയുടെ സ്ട്രൈക്ക് റേറ്റ് സ്ലോ ബോളിനെതിരെ 88 ആയിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യ ബെറ്റർ ആയിട്ട് സ്ലോ ബോളിനെ ഹാൻഡിൽ ചെയ്തു. ഇന്ന് നോക്കുവാണെങ്കിൽ സിംബാബ്വെ വന്നിട്ട് പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്തു. പക്ഷേ ഇന്ത്യ ബെറ്റർ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. സോ പിച്ചിനെ റീഡ് ചെയ്യാൻ സിക്കന്ദർ റാസയ്ക്ക് കഴിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ സിക്കന്ദർ റാസ ബാറ്റ് ചെയ്തിട്ട് ഒരു 180-190 റൺസ് കൊടുക്കണമായിരുന്നു. മേ ബി ഇന്ത്യ ഒന്ന് ചലഞ്ച് ചെയ്യാൻ നോക്കണമായിരുന്നു. ചേസ് ചെയ്യാൻ നേരം ഇന്ത്യ ചേസിങ്ങിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ റെക്കോർഡ് വേൾഡ് കപ്പിൽ അത്ര പോരാ. കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണല്ലോ. ഇന്ത്യ ജയിച്ച എല്ലാ കളിയും നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോഴാണ് ഇന്ത്യ ജയിച്ചത്. സോ ഇന്ത്യക്ക് എന്താണോ ആവശ്യം, സൂര്യകുമാർ യാദവ് പറഞ്ഞു എനിക്ക് ബാറ്റിംഗ് ആയിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞു. എന്താണോ സിക്കന്ദർ റാസ വെസ്റ്റ് ഇൻഡീസിനെതിരെ മണ്ടത്തരം കാഴ്ചവെച്ചത്, വെസ്റ്റ് ഇൻഡീസ് നോക്കുവാണെങ്കിൽ 254 റൺസ് എടുക്കുന്നു, ഇന്ത്യ നോക്കുവാണെങ്കിൽ 256 റൺസ് എടുക്കുന്നു. സിക്കന്ദർ റാസയ്ക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. ആസ്ട്രേലിയ പരാജയപ്പെടുത്തിയതുപോലെ അല്ലെങ്കിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയതുപോലെ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കെതിരെ ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാലും പണി പാളി. ബോളർമാർക്കൊക്കെ നോക്കുവാണെങ്കിൽ സിംബാബ്വെ ബോളർമാർക്കൊക്കെ നോക്കുവാണെങ്കിൽ കണക്കിന് കൊണ്ടു. പിന്നെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സഞ്ജു സാംസനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു, റിങ്കു സിംഗിനെ പുറത്താക്കുന്നു, സുന്ദർ ലോക്കൽ ബോയിയെ മാറ്റിയിട്ട് അക്ഷർ പട്ടേലിനെ കൊണ്ടുവരുന്നു. സോ ഇന്ന് നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിൽ ഈ ഒരു കോമ്പിനേഷൻ വർക്കായി എന്ന് തന്നെ പറയണം. ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വർക്കായി. സഞ്ജു സാംസൺ ആയിരുന്നു ഇന്ന് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ. സോ അത് നൽകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസന് അടുത്ത കളിയും അവിടുന്ന് സെമിയിലോട്ട് കയറുവാണെങ്കിൽ, സെമിയിൽ നിന്ന് ഫൈനലിലോട്ട് കയറുവാണെങ്കിൽ എല്ലാ കളിയും സഞ്ജു സാംസന് ഇന്ത്യൻ ടീമിൻ്റെ പ്ലേയിങ് 11ന്റെ ഭാഗമാവാൻ കഴിയുമെന്നാണ് ആ വിക്കറ്റ് കീപ്പിംഗ് കൊടുത്തപ്പോഴത്തേന് മനസ്സിലാവാൻ കഴിഞ്ഞത്. ഒരു അടിപൊളി ഒരു ക്യാച്ചും പിടിച്ചു കേട്ടോ. ശിവൻ ഡുബെ അടിയുണ്ടെങ്കിലും ശിവൻ ഡുബെ എറിഞ്ഞ ഒരു ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിലെ ഒരു ബോൾ എഡ്ജായിട്ട് ഒരു ഫ്ലൈയിങ് ക്യാച്ച് സഞ്ജു പിടിച്ചു. മനോഹരമായൊരു ക്യാച്ചായിരുന്നു. പിന്നെ സഞ്ജുവിൻ്റെ ബാറ്റിങ്ങിലോട്ട് വരുവാണെങ്കിൽ സഞ്ജു ടീമിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ക്രൗഡിൻ്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. അവിടുത്തെ ലോക്കൽ ബോയ് ആണല്ലോ. CSKയ്ക്ക് വേണ്ടി മഞ്ഞക്കുപ്പായം അണിയാൻ പോകുന്ന സഞ്ജു സാംസന് നല്ലൊരു വെൽക്കം കിട്ടി. ബാറ്റിങ്ങിൽ സഞ്ജു സാംസൺ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ചോദിച്ചാൽ ഒരു ക്യാമിയോ ഇന്നിങ്സ് കാഴ്ചവെച്ചു. 4 ഓവറിനകത്ത് 46 റൺസ് ഇന്ത്യൻ ടീമിന് കണ്ടെത്താൻ കഴിഞ്ഞു. നല്ലൊരു ക്വിക്ക് സ്റ്റാർട്ട് സഞ്ജു സാംസന് കൊടുക്കാൻ കഴിഞ്ഞു. 15 ബോളിൽ നിന്ന് 24 റൺസ് എടുത്തു, 2 6 അടിച്ചു, 1 4 അടിച്ചു, ഏകദേശം 160 സ്ട്രൈക്ക് റേറ്റ് കളിച്ചു. ഒരു ക്യാമിയോ ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു സാംസൺ കാഴ്ചവെച്ചത്. എങ്ങനെയാണോ ഡൽഹിയിൽ ഔട്ടായത് അതേ ഷോട്ട് തന്നെ ഇന്നും കളിക്കുന്നു. അവരുടെ ബോളർ പേസ് ഓഫ് ചെയ്ത് ബോൾ ചെയ്യും. ബ്ലെസ്സിങ് മുസർവാണി വന്നിട്ട് പേസ് ഓഫ് ചെയ്ത് ഒരു ബോൾ ചെയ്യുന്നു, ഡീപ്പിൽ ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു. കറക്റ്റായിട്ട് ഷോട്ട് കളക്ട് ആയതേ ഇല്ല. എങ്ങനെയാണോ നബീബയ്ക്കെതിരെ ഔട്ടായത് അതേ ഷോട്ടിനകത്ത് ഇന്നും സഞ്ജു സാംസൺ ഔട്ടാവുന്നു. സ്ക്വയറിലെ ബൗണ്ടറി അല്പം വലുതാണ്, അവിടെ അല്പം കൂടെ സൂക്ഷിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ട് കൊടുത്തു. ആ ഒരു സ്റ്റാർട്ടിന് ഒരു 50 60 ഒക്കെ ആയിട്ട് സഞ്ജു സാംസൺ കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ക്യാമിയോ ഇന്നിങ്സ് അല്ല ഒരു ഓപ്പണർ കൊടുക്കേണ്ടത്. ഓപ്പണർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് ഇന്നിങ്സ് കളിക്കാൻ വേണ്ടി സഞ്ജു സാംസൺ ശ്രമിക്കുക. സഞ്ജു സാംസന്റെ കയ്യിൽ 120 ബോളുണ്ട്. 120 ബോളിൽ സഞ്ജു സാംസൺ എത്രമാത്രം കളിക്കാൻ പറ്റുമോ അത്രമാത്രം നിന്ന് ഇനിയുള്ള കളികൾ കളിക്കാൻ ശ്രമിക്കുക. ഒരു ചെറിയ 20-25 റൺസിൻ്റെ അതല്ല വേണ്ടത്, ഒരു ഹ്യൂജ് ഇന്നിങ്സ്. ഇന്ന് അഭിഷേക് ശർമ്മ കളിച്ച് കണ്ടില്ലേ? അഭിഷേക് ശർമ്മ ഫോമില്ലായിരുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് സെഞ്ചുറിയാണ് അഭിഷേക് ശർമ്മയുടെ. അതുപോലെ ഒരു 50+ സ്കോർ സഞ്ജു സാംസന് കണ്ടെത്തേണ്ടതായിരുന്നു. അടുത്ത കളിയിൽ സഞ്ജു സാംസൺ അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നോക്കുവാണെങ്കിൽ ഇന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വന്നുകൊണ്ട് ഓഫ് ബ്രേക്ക് ബോളർമാർക്ക് ഇന്ന് വർക്കൗട്ട് ആയില്ല. എക്സ്പെഷ്യലി സഞ്ജു സാംസൺ നോക്കുവാണെങ്കിൽ സ്പിന്നർമാർക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്. സിക്കന്ദർ റാസ എന്തായാലും റിസ്ക് എടുക്കാൻ പോയില്ല, പേസ് ബോളർമാരെ തന്നെ കൊണ്ടുപോയി. പവർ പ്ലേ കഴിഞ്ഞിട്ടാണ് സ്പിന്നർമാരെ കൊണ്ടുവന്നത്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് കിട്ടുകയും ചെയ്തു. 6 ഓവർ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ സ്കോർ 80 റൺസിൽ 1 വിക്കറ്റായിരുന്നു. പിന്നെ നമ്മുടെ താരം അഭിഷേക് ശർമ്മ എന്തായാലും ടീം ബാക്ക് ചെയ്തു. ഇന്ന് ഓപ്പണറായിട്ട് തന്നെ ഇട്ടു വരുന്നു. സൂപ്പർ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഫസ്റ്റ് ബോൾ സിംഗിൾ എടുക്കുന്നു. ഇതുവരെ നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ കരിയറിൽ ഫസ്റ്റ് ബോളിൽ 8 6 അടിച്ചിട്ടുണ്ട്. ഉടനീളം ഇതുവരെ നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ കരിയറിൽ ഫസ്റ്റ് ബോളിൽ 8 6 അടിച്ച ഒരു പ്ലെയറാണ്. ഇന്ന് വന്നിട്ട് മാന്യമായിട്ട് ഒരു സിംഗിൾ എടുക്കുന്നു, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു താളം കണ്ടെത്തി, ഒരു റിതം കണ്ടെത്തിയപ്പോഴത്തേന് അഭിഷേക് ശർമ്മയുടെ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഇന്ന് നോക്കുവാണെങ്കിൽ ബാക്ക് ഫുട്ടിൽ ലോങ് ഓഫിൻ്റെ മേളിലൂടെ കൂടുതൽ അടിച്ചത് 6 ഒക്കെ. ഈ ഒരു ഫോം അഭിഷേക് ശർമ്മയ്ക്ക് വേണമായിരുന്നു. അടുത്ത കളിയിലോട്ട് പോകുമ്പോഴത്തേന് റൺസുമായിട്ടാണ് അഭിഷേക് ശർമ്മ പോകുന്നത്. ഇതിനു മുമ്പ് നോക്കുവാണെങ്കിൽ സ്ട്രൈക്ക് റേറ്റിൻ്റെ ഇഷ്യൂ, ഡെക്ക്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ കയ്യിൽ സ്കോറുണ്ട്, ഒരു ഹാഫ് സെഞ്ചുറി ഉണ്ട്. ഈ ഒരു കോൺഫിഡൻസുമായിട്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് പോകാൻ കഴിയും. 30 ബോളിൽ 55 റൺസ് എടുക്കുന്നു, 4 4 4 6, ഏകദേശം 180 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഈ വേൾഡ് കപ്പിൽ പുറത്തെടുത്തു അഭിഷേക് ശർമ്മ. അതുപോലെ ഇന്ന് തന്നെ ഞെട്ടിച്ച മറ്റൊരു പ്ലെയറാണ് തിലക് വർമ്മ. നമ്പർ 6 ഇറക്കി വിട്ടിട്ട് കളിച്ച ഒരു പ്രകടനം നോക്കിക്കേ. സ്ട്രൈക്ക് റേറ്റ് ഇല്ലേ എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ കിടന്ന് കരയുമായിരുന്നു. 110 സ്ട്രൈക്ക് റേറ്റ് ഇന്ന് 273 സ്ട്രൈക്ക് റേറ്റ് ആയിട്ട് ഇന്ന് മാറ്റി.
ഇത്ര മതിയോടാന്നാണ് ചോദിക്കുന്നത് തിലക് വർമ്മ. തിലക് വർമ്മ ക്രീസിലോട്ട് വരുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 172 4, 15ാമത്തെ ഓവർ നടന്നുകൊണ്ടിരിക്കുക അവിടെ. ഞാൻ വിചാരിച്ചു പണി കിട്ടുമോ, ഇവിടെ ഒന്ന് തുഴയോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്നാ സൂപ്പർ ഒരു ബാറ്റിംഗ് ആയിരുന്നു അറിയാം. സൂപ്പർ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. പറ്റിയ പൊസിഷൻ ആണെന്ന് തോന്നുന്നു തിലക് വർമ്മയ്ക്ക്. നമ്പർ 6 അവിടെ അങ്ങ് എന്തായാലും സ്വിച്ച് ചെയ്യും എന്തായാലും തിലക് വർമ്മ. ഒരു സമയത്ത് നോക്കുവാണെങ്കിൽ ഹാർദിക് പാണ്ഡ്യ അവിടെ നോക്കുകുത്തിയായിട്ട് നിർത്തിക്കൊണ്ട് തിലക് വർമ്മയുടെ ഒരു ഷോ ആയിരുന്നു. ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഒരു സ്കൂപ്പ് ഷോട്ട് കളിക്കുന്നു, അവിടെ കോൺഫിഡൻസ് വരുന്നു. പിന്നെ ബാക്ക് ഫുട്ടിലായിരുന്നു ഇന്ന് നോക്കുവാണെങ്കിൽ കളിക്കുന്നത്, സ്ക്വയർ കട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലോങ് ഓഫിൻ്റെ മേളിൽ കൂടെ ബാക്ക് ഫുട്ടിൽ 6 കളി. നല്ല ടച്ചിലായിരുന്നു, നല്ല വർക്കൗട്ട് ചെയ്തെന്ന് തോന്നുന്നു നെറ്റിലൊക്കെ. സോ അതിൻ്റെ ഒരു റിസൾട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യൻ ടീമിന് കിട്ടി. 16 ബോളിൽ നിന്ന് 44 റൺസും 4 6ഉം 3 4ഉം ഏകദേശം 275 സ്ട്രൈക്ക് റേറ്റിൽ വന്നിട്ട് കിടിലം പ്രകടനം കാഴ്ചവെക്കുന്നു. പിന്നെ സൂര്യകുമാർ യാദവ്, ഇന്ത്യയുടെ ക്യാപ്റ്റൻ, 8 റൺസ് ഇരിക്കുമ്പോഴത്തേനും സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് കൊണ്ട് കളഞ്ഞു. സെയിം സ്ലോ ബോൾ ഔട്ട്സൈഡ് ദ ഓഫ് സ്റ്റമ്പിൽ പിക്കപ്പ് ഷോട്ട് കളിക്കാൻ പോകുന്നു, ഡീപ്ലി ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു, അത് എടുത്തില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് നോക്കുവാണെങ്കിൽ സൂര്യകുമാർ യാദവ് ബെറ്റർ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നോക്കുവാണെങ്കിൽ ഷോട്ട് സെലക്ഷൻ അല്പം കൂടെ ബെറ്റർ ആക്കി. ഈ പിക്കപ്പ് ഷോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാതെ സൂര്യകുമാർ യാദവ് നോക്കുവാണെങ്കിൽ ഇന്ന് ഷോട്ട് സെലക്ഷൻസ് അല്പം കൂടെ ബെറ്റർ ആക്കുന്നതായിട്ട് കണ്ടു. സോ സിംബാബ്വെക്കെതിരെ മാത്രം പോരാ, വെസ്റ്റ് ഇൻഡീസിനെതിരെ അല്ലെങ്കിൽ ഈ സെമി ഫൈനലിനകത്ത് അല്ലെങ്കിൽ ഫൈനലിനകത്ത് ഒരു മാച്ച് വിന്നിങ് നോക്ക് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാലേ പറ്റത്തുള്ളൂ. ഇന്നത്തെ ഒരു മത്സരം ഓക്കെ, ഒരു കോൺഫിഡൻസ് കിട്ടി കാണും. ഇനിയുള്ള മത്സരം അടുത്ത മത്സരമാണ്. വെസ്റ്റ് ഇൻഡീസിനുള്ള മത്സരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നോക്കൗട്ട് മാച്ചാണ്. ഹെഡ് ടു ഹെഡ് പരിശോധിക്കുകയാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള അത്ര നല്ല ശുഭമല്ല ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പിനകത്ത്. സോ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കണം സൂര്യകുമാർ യാദവ് ഇനി വരുന്ന മത്സരങ്ങളിൽ. വെസ്റ്റ് ഇൻഡീസിനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് സെമി ഫൈനലിലോട്ട് ഇന്ത്യൻ ടീമിന് കയറാൻ കഴിയട്ടെ. വെസ്റ്റ് ഇൻഡീസിനെ ഭയപ്പെടണം. വെസ്റ്റ് ഇൻഡീസിൻ്റെ ബോളിംഗ് അല്ല, വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിങ് അല്പം ഭയപ്പെട്ടാലേ പറ്റത്തുള്ളൂ. അവർക്ക് 9 വരെ ബാറ്റിംഗ് ഉണ്ട്. സോ കൊൽക്കത്തയുടെ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് പിച്ച് ആവാനാണ് ചാൻസ് കൂടുതൽ. ചെറിയ ബൗണ്ടറീസ് ആണ്. വെസ്റ്റ് ഇൻഡീസ് കൊൽക്കത്തയിൽ ഇതിനു മുമ്പ് മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് ഈ വേൾഡ് കപ്പിനകത്ത്. സോ അവർക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് അവിടെ കളിച്ചിട്ടുള്ളത്. സോ എന്നിരുന്നാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് വെസ്റ്റ് ഇൻഡീസിനെയും പരാജയപ്പെടുത്താൻ ഇന്ത്യൻ ടീമിനാവട്ടെ എന്ന് പൂർണ്ണമായിട്ട് ആശംസിക്കുന്നു.